അവിടെയാണ് അള്ളാഹു പറയുന്നത്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ കളിതമാശയ്ക്ക് സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുവോ? 99 അധ്യായത്തിൽ 7-8 വചനങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫമയ്യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ വമയ്യഅമൽ മിസ്കാല ദറത്തിൻ ശർറൻ യറ. ഒരു അണു നന്മ ചെയ്താൽ അത് കാണും, നന്മക്കനുസൃതമായ പ്രതിഫലം. ഒരു അണു തിന്മ ചെയ്താൽ അതും കാണും, ശിക്ഷ. സ്വാഭാവികമായിട്ട് പിന്നെയും മനുഷ്യന്റെ മനസ്സിൽ സംശയമാണ്, ഇതെല്ലാം സംഭവിക്കുമോ? 7-ാം അധ്യായത്തിലെ 22-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നും കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്നും നിങ്ങൾ സംശയിക്കുന്നുവോ? വ്യക്തമായ ചോദ്യമാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അള്ളാഹുവിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ കണ്ണുകളുടെ ഘടന ഇന്ന് ഇന്റർനെറ്റിൽ പോയിട്ട് നിങ്ങളൊന്ന് ഇന്റർനെറ്റിൽ പരിശോധിക്കുക. ആ സംവിധാനം, ഈ ഒറ്റ അവയവത്തിന്റെ ഘടനയും സംവിധാനത്തെയും സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഇത് യാദൃച്ഛികമായി ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും നിങ്ങൾക്ക് അള്ളാഹുവിനെ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെ അംഗീകരിച്ച മനുഷ്യന്റെ മനസ്സിലും മണ്ണും ചാരവുമായി തീർന്ന് നമ്മെ എങ്ങനെയാണ് അള്ളാഹുവിന് വീണ്ടും സൃഷ്ടിക്കാൻ സാധിക്കുക? ഇതാണ് ഏകദൈവ വിശ്വാസം അടിത്തറയാണ്. പക്ഷെ പരലോക വിശ്വാസമില്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിന് അർത്ഥമില്ല. അവിടെയാണ് ഏറ്റവും മനോഹരമായിട്ട്, വാസ്തവത്തിൽ ഈ വചനങ്ങളെല്ലാം വായിച്ചാലുണ്ടല്ല, ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളല്ല എന്ന് പറയില്ല. 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആദി സൃഷ്ടി നടത്തിയവൻ നാമാണ് എങ്കിൽ വീണ്ടും അത് ആവർത്തിക്കുക എളുപ്പമാണ്. ഒരു മൊബൈൽ ഫോൺ ആദ്യമായിട്ടുണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നാം എല്ലാം അംഗീകരിച്ചതാണ്, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അതിന് സംശയമില്ല. കാരണം ഈ സങ്കീർണങ്ങളായ സംവിധാനങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. അത് അംഗീകരിച്ച് നമുക്ക് മണ്ണും ചാരവുമായി തീരുന്ന നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അംഗീകരിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അതുകൊണ്ട് പരലോകം ഒരു യാഥാർത്ഥ്യമാണെന്ന് സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് 100% ബോധ്യപ്പെടും. അങ്ങനെ സൃഷ്ടാവാണ് സൃഷ്ടിച്ചതെന്നും അവൻ ഏകനാണെന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടാൻ പാടുള്ളൂവെന്നും അവൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടും തിന്മയിൽ നിന്ന് മാറി നിന്നിട്ടാണെന്നും മരണാനന്തരം മണ്ണും ചാരവുമായി തീരുന്ന മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുമെന്നും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുമെന്നും എല്ലാം ബോധ്യപ്പെട്ട ശേഷം അടുത്തതായിട്ട് ബോധ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതെല്ലാം നമ്മോട് ഉണർത്തിയിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തർത്ഥത്തിലാണ് ഒരു പ്രവാചകനാകുന്നത്? ആ മനുഷ്യന്റെ നാവിലൂടെ ഉതിർന്നു വീണ വചനങ്ങൾ, ഖുർആനും മറ്റു വചനങ്ങളും എന്തടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ വചനങ്ങളാകുന്നത്? കാലാകാലങ്ങളിൽ മനുഷ്യരെ സത്യത്തിലൂടെയും നീതിയിലൂടെയും ധർമ്മത്തിലൂടെയും നയിക്കാൻ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർ പ്രവാചകന്മാർ തന്നെയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അമാനുഷിക സിദ്ധികൾ ചെയ്യുവാനുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വടിയെ പാമ്പാക്കുവാനും ആ വടി കൊണ്ട് സ്പർശിച്ചപ്പോൾ സാഗരത്തെ പിളർത്തുവാനും സാധിച്ചു. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ബിഇദ്നില്ലാഹ് അള്ളാഹുവിന്റെ അനുമതിയാൽ മരിച്ചവർക്ക് ജീവൻ നൽകാനും അന്ധന് കാഴ്ച നൽകാനും ബദറിന് കേൾവി നൽകാനും കളിമണ്ണുകൊണ്ട് പ്രാവിന് ജീവൻ നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചന്ദ്രനെ പോലും പിളർത്തി കാണിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ മൂസാ നബി അലൈഹി ഇസ്ലാം പാമ്പാക്കിയ വടിയില്ല, പാമ്പില്ല, പിളർത്തിയ കടൽ പിളർന്ന രീതിയിലില്ല. ഈസാ നബി അലൈഹി ഇസ്ലാം ജീവൻ നൽകിയ വ്യക്തിയില്ല, കാഴ്ച നൽകിയ അന്ധനില്ല, കേൾവി നൽകിയ ബദിരനില്ല, കളിമണ്ണുണ്ടാക്കിയ പ്രാവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിളർത്തിയ ചന്ദ്രൻ പിളർന്ന രീതിയിലില്ല. പിന്നെ എന്തടിസ്ഥാനത്തിൽ ഇത് സ്വീകരിക്കണം? സ്വാഭാവികമായ ചോദ്യമാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച എല്ലാ പ്രവാചകന്മാരും ഒരു കാലഘട്ടത്തിലേക്കും ഒരു ജനവിഭാഗത്തിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നൽകിയ മാനുഷികതയ്ക്ക് പരിമിതിയുണ്ട്. ഇന്ന് അതിന് പ്രസക്തിയില്ല. എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മനുഷ്യ സ്പന്ദനം ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം പ്രസക്തമാണ്. പ്രവാചകനാണ്, സന്ദേശത്തിനും പ്രസക്തിയുണ്ടെങ്കിൽ പ്രവാചകന് കൊടുത്തിട്ടുള്ള ഒരു അമാനുഷികതയ്ക്ക് മനുഷ്യ സ്പന്ദനം നിലനിൽക്കുന്ന കാലത്തോളം അതിനപ്പുറവും പ്രസക്തിയുണ്ട്. അതാണ് ഖുർആൻ. 17, 18, 19 നൂറ്റാണ്ടുകളിൽ ശക്തമായ സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടുകൂടി ഭ്രൂണശാസ്ത്രജ്ഞർ കണ്ടെത്തിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ബീജത്തെയും അണ്ടത്തെയും ബീജവും അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡത്തെയും സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന അടിസ്ഥാന കോശങ്ങളെയും ഈ അടിസ്ഥാന കോശങ്ങൾ വ്യത്യസ്ത അവയവങ്ങളായി രൂപാന്തരം പ്രാപിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളെയും ശക്തമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ കെൽപ്പുള്ള സബ്മറീൻസ് ഉപയോഗിച്ച് മാത്രം കണ്ടെത്തിയിട്ടുള്ള മഹാസാഗരങ്ങളുടെ ആഴങ്ങളിലെ ഭയാനകമായ അന്ധകാരങ്ങളെയും പ്രപഞ്ചത്തിന്റെ ആരംഭത്തെയുമെല്ലാം സംബന്ധിച്ച് ഖുർആൻ ഉണർത്തുന്നുണ്ട്. ഖുർആന്റെ ഭാഷാ പ്രയോഗമുണ്ട്. കണക്കുകളുടെ ഒരുപാട് അമാനുഷികതയും അത്ഭുതങ്ങളുമുണ്ട്. ഇതിൽ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. 24-ാം അധ്യായത്തിലെ 40-ാം വചനം, ഔ ഖളുമാത്തിൻ ഫീ ബഹറിൽ ലുജീൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് ളുമാത്തുൻ ബൗലുഹാ ഫൗക ബൗലിൻ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. ശ്രദ്ധിക്കുക, അവിശ്വാസികളുടെ ചെയ്തികൾ ആഴമേറിയ സാഗരങ്ങളിലെ അന്ധകാരങ്ങൾ പോലെയാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ആ അന്ധകാരങ്ങളുടെ മേൽ തിരമാല, അതിന്റെ മേൽ തിരമാല, അതിന്റെ മേൽ മേഘങ്ങൾ, അങ്ങനെ ഒന്നിന്റെ മേലെ ഒന്നായി വിവിധതരം അന്ധകാരങ്ങൾ. ഒരുവൻ തന്റെ കരങ്ങൾ പുറത്തേക്ക് നീട്ടിയാൽ അവന് ആ സ്വന്തം കൈ കാണുവാൻ കഴിയില്ല. അത്ര ഭയാനകമായ അന്ധകാരം. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അയാൾക്കൊരു പ്രകാശവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിലാണ് ജീവിച്ചത്. സാഗരത്തിൽ നീന്തിയിട്ടുണ്ടെന്ന് നമുക്ക് തെളിവില്ല. ഇനി നീന്തിയെന്ന് കരുതുക, മുങ്ങിക്കുളിച്ചെന്ന് കരുതുക. എങ്കിൽ പോലും 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചൊരു വ്യക്തിയാണെങ്കിലും ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു 4 നില അല്ലെങ്കിൽ 5 നിലയുടെ ആഴത്തിലേക്ക് നമുക്ക് വെള്ളത്തിൽ ഉപകരണങ്ങളില്ലാതെ മുങ്ങുവാൻ കഴിയും. ഖുർആൻ പറയുന്ന അന്ധകാരം 200 മീറ്ററുകൾക്ക് ആഴത്തിലുള്ളതാണ്. അതായത് 65 നില കെട്ടിടങ്ങളുടെ ആഴത്തിലുള്ള അന്ധകാരമാണ്. യഥാർത്ഥ അന്ധകാരത്തിന്റെ ഒരു അംശം പോലുമില്ലെങ്കിൽ ഇല്ലാതെ വരണമെങ്കിൽ 1000 മീറ്ററുകളോളം ആഴത്തിലുള്ള അന്ധകാരത്തെ സംബന്ധിച്ചാണ്. ഇനി ഒരു വാദത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അനുമാനം, സാഗരത്തിന്റെ ആഴങ്ങളിൽ അന്ധകാരമുണ്ടെന്ന് അനുമാനിച്ച് പറഞ്ഞതാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആ വിവരണം ഒന്ന് ശ്രദ്ധിക്കുക. സാഗരങ്ങളുടെ ആഴങ്ങളിലുള്ള അന്ധകാരങ്ങളെ തിരമാലകൾ മൂടുന്നു. അതിന്റെ മുകളിൽ തിരമാല, അതിന്റെ മുകളിൽ മേഘങ്ങൾ. ഇതിൽ എന്റെ മുൻപിലിരിക്കുന്ന സദസ്സിൽ ഒട്ടനവധി ആളുകൾ വിമാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. വിമാനത്തിന്റെ ജാലകത്തിലൂടെ നാം ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ പർവ്വതങ്ങൾ പോലെ മേഘങ്ങൾ കാണാം. സൂര്യപ്രകാശം ഈ മേഘങ്ങളിൽ തട്ടിച്ചിതറുന്നു. 30% പ്രകാശം അപ്പോൾ തന്നെ നഷ്ടപ്പെടുകയാണ്. പിന്നെ അവിടുത്തെ പൊടിപടലങ്ങളും വെള്ളത്തിന്റെ അംശങ്ങളുമെല്ലാം 19% പ്രകാശത്തെയും വലിച്ചെടുക്കുന്നു. അപ്പോൾ 49% സൂര്യപ്രകാശം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളത് സാഗരത്തിന്റെ ഉപരിഭാഗത്തിലുള്ള തിരമാലകളിൽ എത്തുമ്പോഴേക്കും 30% നഷ്ടപ്പെടുന്നു. ഉപരിഭാഗത്തുള്ള തിരമാലകളിൽ സൂര്യപ്രകാശം തട്ടിച്ചിതറുന്നു. 5% പിന്നെയും നഷ്ടപ്പെടുന്നു. ബാക്കിയുള്ള പ്രകാശമാണ് സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് വരുന്നത്. അതിലുള്ള മോളിക്യൂൾസുകൾ പ്രകാശത്തെ ഛിന്ന ഭിന്നമാക്കുന്നു, ചിതറിക്കുന്നു. വ്യത്യസ്ത നിറങ്ങൾ 7 നിറങ്ങളായിട്ട് അത് ചിതറുന്നു. ഏകദേശം 50 മീറ്റർ കഴിയുമ്പോഴേക്കും ചുമപ്പ് നിറം, റെഡ്, പ്രകാശത്തിന് നഷ്ടപ്പെട്ട് കാണും. 50 മീറ്ററിന്റെ അടിയിൽ വെച്ച് നമ്മുടെ കൈ മുറിഞ്ഞാൽ ഒരു ദ്രാവകമാണെന്ന് മനസ്സിലാക്കാം, ചുവപ്പ് കളർ ഉണ്ടാകില്ല, നിറമുണ്ടാകില്ല. ഒരു 100 മീറ്റർ കഴിയുമ്പോൾ പച്ച നിറം നഷ്ടപ്പെടും. പിന്നെയും പ്രകാശം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സാഗരത്തിന്റെ ആഴങ്ങളിൽ ഭയാനകങ്ങളായ തിരമാലകളുണ്ട്. ഇന്നോവേഴ്സ് മൈലുകൾ കണക്കിനാണ് നീളം, പർവ്വതങ്ങളെ പോലെ വലിപ്പമുള്ള തിരമാലകൾ. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ഉപകരണങ്ങൾ കൊണ്ട് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയതാണ്. അതിലും തട്ടിച്ചിതറുന്നു. അതിന്റെ അടിയിലുള്ള 200 മീറ്ററുകൾക്കടിയിലുള്ള, അതായത് 670 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ ആഴങ്ങളിലുള്ള അന്ധകാരമാണ്. പിന്നെയും വെളിച്ചത്തിന്റെ, പ്രകാശത്തിന്റെ ചെറിയ അംശങ്ങൾ ഉണ്ടാകാം. 1000 മീറ്ററുകൾക്ക് ആഴത്തിൽ ഒന്നും തന്നെയില്ല, കൂരിരട്ട്.
ഒരുവൻ തന്റെ കരങ്ങൾ പുറത്തേക്ക് നീട്ടിയാൽ കാണുമാറാകയില്ല. ശക്തമായ സൂക്ഷ്മദർശിനി കൊണ്ട് മാത്രം കണ്ടെത്തിയിട്ടുള്ള അന്ധകാരം എങ്ങനെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല, ആ വിവരണം അന്ധകാരങ്ങളുടെ മേൽ തിരമാല, അതിന്റെ മേൽ തിരമാല, ഇന്നർ വെയിറ്റ്സ്, അതിന്റെ മുകളിൽ തിരമാല, ഉപരിതലത്തിലുള്ള തിരമാല, അതിന്റെ മുകളിൽ മേഘങ്ങൾ. ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ആരും പറഞ്ഞു പോകും, ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വേദഗ്രന്ഥമാണ് എന്ന്. ഈ ഖുർആൻ പഠിക്കുകയും ഉൾക്കൊള്ളുകയും നാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട, തുറന്ന മനസ്സോടുകൂടി ഖുർആനെ വിലയിരുത്തുന്ന ആരും അംഗീകരിക്കും ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണെന്നും ഇസ്ലാം യഥാർത്ഥ ദൈവിക ദർശനമാണെന്നും. പക്ഷേ ഈ തുറന്ന മനസ്സോടുകൂടി സത്യം അന്വേഷിക്കുകയും തേടുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർ എക്കാലഘട്ടത്തിലും ന്യൂനപക്ഷമായിരുന്നു. മഹാഭൂരിപക്ഷവും തങ്ങൾ വിശ്വസിക്കുന്ന മത ദർശനത്തിൽ അന്ധമായി അള്ളിപ്പിടിക്കുന്നവരാണ്. അവർ ഇസ്ലാമിനെയും ഖുർആനെയും പ്രവാചകനെയും മനസ്സിലാക്കുന്നത്